ഇലവിയ പൂഞ്ചിറയിലെ മനോഹരമായ കാഴ്ചകൾ കണ്ടുനോക്കികള്. ഏതാ വൈബ് സ്ഥലം. ഇലവിയ പൂഞ്ചിറ സിനിമയിലെ ആ ഒരു ഇതാട്ടോ പോലീസ് സ്റ്റേഷനാണിത്. ഇതിന്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. നമ്മൾ കൂടെ മഹാരാഷ്ട്രയിലുള്ള നമ്മളെ ഇന്ത്യയുടെ പ്രിൻസിപ്പൽ മക്കളെ, കർണി സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മളെ കേരളത്തിന്റെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്ന ഇലവൈ പൂഞ്ചിറ വ്യൂ പോയിന്റിലാട്ടുള്ളത്. അടിപൊളി സ്ഥലം, ഫുള്ള് നല്ല തണുപ്പുണ്ട്, കോടങ്ങനെ മൂടിക്കൊണ്ടിരിക്കണം കേട്ടോ. ഉച്ച നേരമാണിത്, പക്ഷെ ഫുള്ള് കോട നോക്കിട്ടോ. ബാക്കിലൊക്കെ നോക്കി മലകളൊന്നും കാണില്ല കോടകൾ കൊണ്ട്. എന്തായാലും നമുക്ക് പോയൊക്കെ ഇവിടുന്ന് ഒരുപാട് സ്ഥലങ്ങൾ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ പോയാൽ 1 കിലോമീറ്റർ ഈ റൂട്ട് പോയാൽ 1.5 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അടിപൊളി ഒരു വ്യൂ പോയിന്റ് എത്തും. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ. നമുക്ക് എന്തായാലും പോയോക്കാം. ഇതാണ് ഇലവിയ പൂഞ്ചിറയുടെ മെയിൻ ടൗണ്. ഇവിടെ നമുക്ക് 6 രൂപയ്ക്ക് ഒരു ജീപ്പ് ട്രക്കിങ് അവൈലബിൾ കേട്ടോ. ഈ 6 രൂപയ്ക്ക് നമുക്ക് ഒരു 3-4 സ്ഥലങ്ങൾ എത്തിക്കും. ജീപ്പ് ട്രക്കിങ് വേണ്ടവർക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നടന്ന് കാണുള്ളൂ. ഇലവിയ പൂഞ്ചിറയിലെത്തും ഞങ്ങളോടൊപ്പം ഉള്ളത് അഡ്നോക് ഹുസൈൻ. ഇതാണ് നമ്മൾ ഹുസൈൻ. സ്പെയിൻ തൻസീർ, ബുർഹാനുദ്ദീൻ പുളിയമ്പറമ്പ് നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആബിദ് ചെക്കനായ അബ്രാർ കൂട്ടായി. എന്താണ് അബ്രാർ എനിക്ക് പറയാനുള്ളത്? ഈ സ്ഥലത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല കോടം, അത്യാവശ്യത്തിന് കോടമുണ്ട്, പിന്നെ നല്ല തണുപ്പുണ്ട്. തണുപ്പ് കൊള്ളാൻ വേണ്ടി നഗരാണെങ്കിൽ ഇവിടെ വന്ന് വരാം. പിന്നെ ട്രക്കിങ് വേണ്ടിയതാ സ്ഥലം മക്കൾ ഒരിക്കലെങ്കിലും വന്ന് കാണട്ടെങ്ങള്. നമ്മൾ കൂടെ മഹാരാഷ്ട്രയിലുള്ള നമ്മളെ ഇന്ത്യയുടെ പ്രിൻസിപ്പൽ എന്താണ് എനിക്ക് പറയാനുള്ളത്? ഈ എനിക്ക് സ്ഥലത്തെ കുറിച്ച് പറയാനുള്ളത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളെ ഇത് സന്ദർശിക്കേണ്ട സ്ഥലമാട്ടോ. അപ്പൊ എല്ലാവർക്കും അതാണ് പറയാനുള്ളത്. നിങ്ങൾ എന്തായാലും നമുക്കത് പേടിയുണ്ടാവും. ഇതൊക്കെയാണ് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ. നോക്കി നിങ്ങൾ സീന് കാഴ്ച. അവിടെ ഒരു ഇവിടൊക്കെ നല്ലൊരു തടാകം കാണുന്നുണ്ട് ദൂരെ. ഉണ്ടോ ഇവിടെ മനോഹരമായ ഒരു കാഴ്ചകളായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ എന്റെ പൊന്നാര ചെങ്ങായിമാർ, ഈ ഒരു ഇലവിയ പൂഞ്ചിറയിലെ മനോഹരമായ കാഴ്ചകൾ കണ്ടുനോക്കികള്. ഏതാ വൈബ് സ്ഥലം. കോട മൂടി കിടക്കണ്. ഈ വെയിലത്തും ഫുള്ള് കോടാണ് ഇവിടെ. അടിപൊളി നല്ല തണുപ്പും തണുത്ത കാറ്റൊക്കെ വീശുണ്ട്. നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട സ്ഥലമാണ് കേട്ടത്. ഇവിടെയാണ് ഇലവിയ പൂഞ്ചിറ എന്ന് പറഞ്ഞ സിനിമകൾ കണ്ടിട്ടുണ്ടാവും. സൗബിനൊക്കെ ഉള്ള ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടാണ്. നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ കാണണം. അടിപൊളി സ്ഥലം, സീന സ്ഥലം ഇടുക്കി ജില്ലയിൽ. നമ്മളെ സൗബിൻ അഭിനയിച്ച ഇലവിയ പൂഞ്ചിറ എന്ന സിനിമ ഇവിടെ ആട്ടോ ഷൂട്ട് ചെയ്ത്. എന്താട്ടോ ആ പോലീസ് സ്റ്റേഷനുകൾ കണ്ടിട്ടുണ്ടാവും. ആ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ ആ സിനിമയിലെ വൈബ് സ്ഥലം. സീനാണ്. ഇലവിയ പൂഞ്ചിറ സിനിമയിലെ
ആ ഒരു ഇതാട്ടോ പോലീസ് സ്റ്റേഷനാണിത്. ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി വെക്കാം. പോലീസ് സ്റ്റേഷൻ്റെ ഇതാണ് ആ ഒരു പോലീസ് സ്റ്റേഷൻ കേട്ടോ. ആ സിനിമയിലെ ആ ഉള്ളത്തെ കാഴ്ചകളൊക്കെ. ഇവിടുത്തെ മനോഹരമായ കാഴ്ച കണ്ടു കേട്ടോ. ഉള്ളിൽ പുറത്തേക്കുള്ള അടിപൊളി ലൊക്കേഷൻ ആട്ടോ ഈ ലവിയ പൂഞ്ചാറിന്. സീനാണ് ഫുള്ള് ഇങ്ങനെ മൊത്തം കെട്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ പോയൊക്കെ ഞങ്ങൾ അടിപൊളി കാഴ്ച ആട്ടോ. ഇതൊക്കെ നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആട്ടത്. വെയിലായിട്ടോ നല്ല ഫുള്ള് കോടയൊക്കെ ആട്ടോ അവിടെ. നല്ല രസമുള്ള സ്ഥലങ്ങൾ മക്കളെ. മനോഹരമായ കാഴ്ച. അപ്പം നമ്മളെ കൂടെ വന്ന ചെക്കന്മാരാണിത്. മക്കളെ, അപ്പം എന്താണ് നമ്മളെ ഈ ഒരു ലവിയ പൂഞ്ചിറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്ന് പറയോ, എന്താ പറയാനുള്ളത്? എന്താ ചിരിക്കലുകള് പറയണ. എന്ത് സ്ഥലം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് അബ്രാറെ? എല്ലാം കൊണ്ടും ഉത്തമമായ ഒരു തണുപ്പാണ്. തണുപ്പ്, വള്ളത്തിന്റെ കളിയാണ്. വള്ളത്തിന്റെ കളി ഉണ്ട് അല്ലേ? പിന്നെ അതല്ല, ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയത് കർണി സ്റ്റോറീസ്. അപ്പൊ എന്റെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് നമ്മളതിന്റെ ഭാഗമായതല്ലോ, വളരെ സന്തോഷമുണ്ടല്ലേ. കേരളത്തിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ ചാനലാണല്ലോ കർണി സ്റ്റോറീസ്. അവതരിപ്പിക്കുന്ന രീതി, ശൈലികള് എത്ര മനോഹാരിത. ട്രക്കിങ്ങിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആളുകൾക്ക് ഇവിടെ വന്ന് ട്രക്ക് ചെയ്ത് എന്താ ഒരു കാര്യം ഉണ്ടെന്താ അറിയോ, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം. പക്ഷെ നമ്മളൊന്നിപ്പോ എന്തായി മഴയില്ല. പക്ഷെ മൂഞ്ചില്ല. അതെ, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങളോട് പറയാനുള്ളത് മൂഞ്ചാ വരാണ് നമ്മളിപ്പം വരണം, അത്രേ ഉള്ളൂ. നമ്മളപ്പല്ല കർണി പോകിന്റെ കൂടെ വരുന്നോ. നമ്മൾ മൂഞ്ചിട്ട മഴയില്ല. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് മഴയില്ല ഇവിടെ വന്നിട്ട്. കോടയും കിട്ടണില്ല. കോട ഉണ്ടല്ലോ, എന്നാലും ആകാശത്തൂടെ പോകണ്ട്. താഴത്തു കൂടെ ഇല്ലാന്നുള്ളൂ. നമ്മളെ ബ്ലോഗിൽ വരാൻ താല്പര്യമില്ലാത്ത ബുർഹാനാണിത്. എന്താണ് ബുർഹാൻ എന്താ പറയാനുള്ളത്? അടിപൊളി അടിപൊളി. ആ അടിപൊളി. ആ പറ. ഈ ഒരു ലവിയ പൂഞ്ചിറയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട സ്ഥലമാണ്. നമ്മൾ പോവാട്ടെ, തിരിച്ചു പോവാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇവിടെ ചിലവഴിച്ച്. കാരണം അടിപൊളി ഏരിയ കേട്ടോ. നല്ല മഴ ഉണ്ടാവുന്ന പറയുന്ന സ്ഥലമാണ്. നല്ല കോടും ഉണ്ടാവും. പക്ഷെ വെയിലാണ്, ഫുള്ള് വെയിലും. അതുകൊണ്ട് നമ്മൾ പൂഞ്ചി മഴ കിട്ടിയില്ല. നമ്മളേതായാലും പോവാണ്. പക്ഷേ ഒരിക്കലെങ്കിലും ഒന്ന് കാണേണ്ട സ്ഥലമാട്ടോ നിങ്ങൾ ലവിയ പൂഞ്ചിറ. നല്ല രസമുള്ള സ്ഥലമാണ്. അടിപൊളി മഴയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഇവിടെ. പക്ഷെ മഴ ഇല്ലെന്ന്. പക്ഷെ കോടുണ്ട് കേട്ടോ. നല്ല കോടയും തണുപ്പും ഒക്കെ ഉണ്ട്. മഴ ഇല്ലാന്നുള്ളൂ. എന്തായാലും നമ്മളിവിടുന്ന് പോവാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത് ഒരു നല്ല കുളിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട് ഉണ്ട് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു ഗുഹ ഉണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് അപ്പുറത്ത് അടിക്കെത്തിയിട്ട് നമ്മളിപ്പോൾ 1.5 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ടാണ് മുകളിൽ നമ്മളെ സൗബിൻ്റെ ലവിയ പൂഞ്ചിറ പറഞ്ഞ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇവിടെ. പോലീസ് സ്റ്റേഷനൊക്കെ നമ്മൾ കണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് ആളും മനുഷ്യരൊന്നും ഇല്ല കേട്ടോ. നമ്മൾ മാത്രം കേട്ടോ. ആകെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. ടീം അത് പോണ്. അല്ലാണ്ട് ആളും തീരെ റഷില്ല ഇന്ന് ഇവിടെ. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട സ്ഥലമാണ്. കാരണം നിങ്ങൾ സജസ്റ്റ് ചെയ്യാം, അടിപൊളി സ്ഥലം കേട്ടോ. നമ്മൾ കാണേണ്ട സ്ഥലം തന്നെയാണ് ഈ ലവിയ പൂഞ്ചിറ. നൈസ് സ്ഥലം കേട്ടോ. ഒരു വൈബ് തന്നെ. ഫുള്ള് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വരാം, വന്ന് കാണാം. ഈ സ്ഥലമൊക്കെ സെറ്റാണ്. നമ്മളിന്ന് വെറുതെ ഇങ്ങനെ ഞാനിങ്ങനെ നമ്മളെ ചെക്കന്മാരോട് പറഞ്ഞ് നമ്മൾ പോവല്ലേ, കുറേ കാലമായിട്ടാണ് പോയിട്ട്. ഞാൻ മധ്യപ്രദേശായിരുന്നു. അപ്പോൾ അവിടെ പഠിക്കാൻ പോയ സമയത്ത് അതിൻ്റെ മുന്നാണ് ഞങ്ങൾ ഇവിടെ നമ്മളെ മൂന്നാറും ഇവിടെ പോയിരുന്നു. വട്ടവട, അതേപോലെ തന്നെ ഒരു ദിവസം ഒരു ടൈമിൽ വാൽപ്പാറ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഞാനിങ്ങനെ പറഞ്ഞ ചെക്കന്മാരോട് നമ്മൾ പോവല്ലേ, ഒരിക്കലും പോകാമെന്ന്. അങ്ങനെ ഇറങ്ങിയതാ. ഞാൻ മധ്യപ്രദേശ് ആകുമ്പോൾ ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ നാട്ടിലിപ്പോൾ 3 മാസമായി, കൊടുക്കും പോയിട്ടില്ല. ചടച്ചപ്പം ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ചടച്ചപ്പം ഇങ്ങനെ തോന്നി നമുക്ക് കൊടുക്കലും പോവാ ചെക്കന്മാരെ കൂട്ടിയിട്ട്. ചെക്കന്മാരെ ചോദിച്ച് പെട്ടെന്ന് എന്താ എടുത്ത് തീരുമാനമാണ്. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്കന്മാരൊക്കെ കൂട്ടി നമ്മൾ 6 ആൾക്കാരുണ്ട്. അങ്ങനെ ഇറങ്ങിയതാണെന്ന്. എന്തായാലും അടിപൊളിയായിക്കണ് യാത്ര. ചെക്കന്മാരെ നടന്നു പോണേ. സീനായിക്കണ് മക്കളെ.
എന്തായാലും നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരാം. നമുക്ക് ഇനി അടുത്ത കാഴ്ച പോകണം, ഗുഹകളും കുളിക്കുന്ന കാഴ്ചയൊക്കെ പോയേക്കാം. ഓക്കെ.